വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിക്കുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ എൻ്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിലവിൽ എറണാകുളത്ത് പ്രൊജക്ട് സെന്ററിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസം ഡെയിലി 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എറണാകുളത്തുനിന്ന് തിരിച്ചു 5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. വീട് മേടിച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പൈസ ഇല്ല. നമ്മുടെ നാട്ടില് IT പാർക്കുകളുണ്ട്. 3 IT പാർക്കുകളുണ്ട്. ഒന്ന് വരുന്നത് തിരുവനന്തപുരം, കൊച്ചി, പിന്നെ ഉള്ളത് കാലിക്കറ്റ്. 3 ഈ 3 സ്ഥലങ്ങളും മറ്റ് ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്നവർ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ വലിയ വിലയ്ക്ക് വീടെടുത്ത് താമസിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവര് ആ ജോലി തന്നെ ഉപേക്ഷിച്ച് പോകേണ്ട ഗതി വരുന്നുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇങ്ങനെ 4 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. താങ്കളുടെ ചോദ്യം നല്ലതാണ്. നമുക്ക് വേഗത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. ഒന്നാമത്തെ കാര്യം. 2 ഈ പദ്ധതി ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില പ്രകാരമാണെങ്കിൽ 64,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചെലവ്. അതല്ല അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ ഈ പദ്ധതിയുടെ ചെലവ് 2 ലക്ഷം കോടി രൂപ. 2 ലക്ഷം കോടി രൂപയാണെങ്കിൽ ഇപ്പൊ എന്ത് ചോര തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാണ് ശരി. 1 കിലോമീറ്ററിന്റെ ഫെയർ 10 രൂപ. 60 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്കാകുന്നത് 600 രൂപ വൺ സൈഡ്. തിരിച്ച് എടുക്കുമ്പോ വൺ സൈഡ് വീണ്ടും 600. മൊത്തം ഒരു ദിവസം 1200. 10 ദിവസം 12,000. 20 ദിവസം 24,000. 24,000 രൂപ മുടക്കി താങ്കൾ കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതാ 5,000 രൂപയ്ക്ക് അവിടെ ഹോസ്റ്റൽ കിട്ടും. അതിനോട് ആരാ പോന്നെ? അളിയ നിൽക്ക, ഞാൻ നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. 5,000 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. അത് SFI അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ കവിതയുടെ മട്ടുമാറി. 5,000 രൂപ മതി. ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളെ എന്നെ കൊണ്ടുപോവല്ലേ. എന്നിൽ ഔഷധ ഗുണമില്ലേ? താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.